ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. 1 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി, 2 ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആന, 3 ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. 1 2 2 3 1 3 എല്ലാം ശരി. ശരി ഉത്തരം 1 2. ചോദ്യം: ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന്? 1936 നവംബർ 12, 1936 ഒക്ടോബർ 1, 1932 നവംബർ 1, 1936 ജനുവരി 1. ശരി ഉത്തരം 1936 നവംബർ 12. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ. 2. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. 3. ചിറയിൻ കീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്ത് ജനിച്ചു. 1 2 3 2 3 1 2 3 1. ശരിയുത്തരം 1 2 3. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആര്? സുമൻ ബറി, അരവിന്ദ് പനഗരിയ, പരമേശ്വരൻ അയ്യർ, ഡോക്ടർ VK സരസ്വത്. ശരിയുത്തരം സുമൻ ബറി. ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ദയാനന്ദ സരസ്വതി ഗുജറാത്തിൽ ജനിച്ചു. 2. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. 3. ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. 1 2 2 3 1 3 1 2 3. ശരിയുത്തരം 1 2 3. ഹിമാചൽ പർവ്വതനിര ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര്? അസ്കിനി, പരുഷ്ണി, ദൗലാദർ നാഗ് തിബ്ബ. ശരിയുത്തരം ദൗലാദർ. കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കാലവർഷം, ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കാലാവസ്ഥയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. വടക്കുകിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടെ കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും ശൈത്യകാലത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ശരിയുത്തരം വടക്കുകിഴക്കൻ മൺസൂണിന്റെ അവസാനത്തോടെ കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 1. 52ാം ഭേദഗതി 1985, 2. 44ാം ഭേദഗതി 1978, 3. 42ാം ഭേദഗതി 1976. 1 മാത്രം, 2 മാത്രം, 3 മാത്രം ഇവയെല്ലാം. ശരിയുത്തരം ഇവയെല്ലാം. ചോദ്യം: മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 38, 32, 34, 36. ശരിയുത്തരം 32. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഇതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ശരിയുത്തരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് ബൾബ്, ഡൈനാമോ, ഇലക്ട്രിക് ഫാൻ. ശരിയുത്തരം ഇലക്ട്രിക് ഫാൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചതാറ്? KCS പണിക്കർ, അപനീന്ദ്രനാഥ ടാഗോർ, രാജാരവിവർമ്മ, അമൃത ഷെർഗിൽ. ശരിത്തരം അപനീന്ദ്രനാഥ ടാഗോർ. ചോദ്യം: ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തനൂരിനടുത്ത് ചെട്ടിയഞ്ചാൽ കുന്നുകൾ, കർണാടകത്തിലെ ബ്രഹ്മഗിരിവനം, പശ്ചിമഘട്ടത്തിലെ ശിവഗിരിമുടി. ശരിയുത്തരം ആനമല നിരകളിലെ പോത്തനൂരിനടുത്ത്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര ഏത്? ഹിമാചൽ, സിവാലിക്, ഹിമാദ്രി, പൂർവാചൽ. ശരിയുത്തരം സിവാലിക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, അർണോസ് പാതിരി, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ബെഞ്ചമിൻ ബെയ്ലി. ശരിയുത്തരം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ, ഫോൺ കാൽബൈ ഷാക്കിയിലു. ശരിയുത്തരം മാംഗോ ഷവർ. ശരിയായ ജോഡി ഏത്? 1 2 2 4 1 3 1 2 3 4. ശരിയുത്തരം 1 2 3 4. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 സമാധാന നൊബേലിന് അർഹയായ ഇന്ത്യക്കാരിയായ ആദ്യ വിദേശ വംശജ ആനി ബസന്റാണ്. 2 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആനി ബസന്റ്. 3 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റാണ്. 1 3 2 3 1 2 1 2 3. ശരിയുത്തരം 2 3. പട്ടം താണുപിള്ളയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി തിരുകൊച്ചി, മുഖ്യമന്ത്രി കേരള, മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ചു. കേരളത്തെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി. കേരളി ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച രണ്ടാമത്തെ വ്യക്തി. ശരിയുത്തരം കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച രണ്ടാമത്തെ വ്യക്തി. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിലെ പ്രദേശം അറിയപ്പെടുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം, മരുപ്രദേശം. ശരിയുത്തരം മലനാട്. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത്? പരുത്തി, ചോളം, നെൽ, ബാർലി. ശരിയുത്തരം ബാർലി. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെത്തി ശബ്ദമുയർത്തി. 2 പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. 3 ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ചഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. 4 വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. 2 4 1 2 3 4 1 3 4 1 2 3. ശരിയുത്തരം 1 3 4.
കൃഷ്ണാനദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കൃഷ്ണാനദി തീരത്തെ ഏറ്റവും വലിയ പട്ടണം വിജയവാഡയാണ്. അർദ്ധഗംഗ എന്ന് കൃഷ്ണാനദി അറിയപ്പെടുന്നു. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണിത്. കൃഷ്ണാനദിയിൽ നിന്ന് ബംഗളൂരു നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗാ പദ്ധതി. ശരിയുത്തരം കൃഷ്ണാനദിയിൽ നിന്ന് ബംഗളൂരു നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗാ പദ്ധതി. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഹിമാലയം, ആൽപ്സ്, കാറക്കോറം, പാമീർ. ശരിയുത്തരം പാമീർ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതിൽ ഇനി പറയുന്നവയിൽ ആതെല്ലാം ഘടകങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്? ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയം, കടുത്ത ഭക്ഷ്യക്ഷാമം, പട്ടിണി മൂലം ഉയർന്ന ഭക്ഷ്യ വിലക്കയറ്റം എന്നിവയാൽ ജനങ്ങൾ കഷ്ടപ്പെട്ടു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് ബ്രിട്ടീഷ് പൗരന്മാരെ മാത്രം ബ്രിട്ടൻ പിൻവലിച്ചത് ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചു. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയുത്തരം മുകളിൽ പറഞ്ഞ എല്ലാം. പൊയ്കയിൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS ആരംഭിച്ച വർഷം? 1909, 1911, 1907, 1900. ശരിയുത്തരം 1900. ഇക്കൂട്ടത്തിൽ കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷിയാർ? തിടിൽ കണ്ണൻ, K. ദേവയാനി, TM വർഗീസ്, രാഘവൻ പിള്ള. ശരിയുത്തരം തിടിൽ കണ്ണൻ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ മാത്രം തിരഞ്ഞെടുക്കുക. 1, 2, 2, 3, 4, 1, 3, 5, 1, 2, 3. ശരിയുത്തരം 1, 2, 3. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നർമ്മദ നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. ഉഗായ് ഡാം നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി നർമ്മദയാണ്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനമാണ് നർമ്മദയ്ക്ക്. ശരിയുത്തരം ഉഗായ് ഡാം നർമ്മദയിൽ സ്ഥിതി ചെയ്യുന്നു. ചോദ്യം: ദുദുമ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ഗോവ, കർണാടക. ശരിയുത്തരം ഒഡീഷ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.